തുടക്കത്തിൽ തന്നെ പറയട്ടെ, വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ്. ഒരു അപകടത്തിലൊരു മരണം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ അനേകം കുടുംബങ്ങളുടെ ഒരു മാറിമറിയലിൻ്റെ ഒരു അവസ്ഥയിലുണ്ടാകും. വളരെ മോശമായ അവസ്ഥയിലേക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറാനിടയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് കഴിയുന്നതും ഈ മരണങ്ങൾ, റോഡ് അപകടങ്ങൾ കുറഞ്ഞ് മരണങ്ങൾ കുറഞ്ഞു വരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. നമ്മുടെ നേരെ വരുമ്പോൾ മാത്രമാണ് നമ്മുടേതെന്ന് ചിന്തിക്കുന്നത്. ഇതെല്ലാവരും ഇത്രയും സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിയുമ്പോൾ ഇതിനൊരു പരിഹാരം കാണണമെന്ന് എല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കണം. അങ്ങനെ നമ്മൾ ഓരോരുത്തരും റോഡ് ഉപയോഗിക്കുമ്പോൾ, വാഹനം ഓടിക്കുന്നവർ മാത്രമല്ല, നടന്നു പോകുന്നവരടക്കം, റോഡ് ഉപയോഗിക്കുന്നവരെല്ലാവരും, അത് കച്ചവടത്തിന് വേണ്ടി ഇറക്കി വയ്ക്കുന്നവരടക്കം ഒന്ന് ശ്രദ്ധിക്കുക. റോഡ് ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധയോടെ, ഞാൻ ഒരു ശ്രദ്ധാലുവായിരിക്കും, ഞാനൊരു അപകടം ഒഴിവാക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമ്മൾ നീങ്ങുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഇത്രയും വലിയ റോഡ്, ഇപ്പോൾ റോഡിനെക്കുറിച്ച് തന്നെ താങ്കൾ പറഞ്ഞു, വളരെ നല്ല റോഡാണ്. ഈ റോഡ് 1999 സ്ഥലം ഏറ്റെടുത്തിട്ടതാണ്. അതിനുശേഷം ലോകബാങ്ക് ഈ റോഡ് ഉപേക്ഷിക്കപ്പെടുകയും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ശ്രീ ജി സുധാകരൻ, അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ വളരെയധികം സമ്മർദ്ദം, ഞാനാണ് അതിന് മുൻകൈ എടുത്തത്, ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തി ഈ റോഡ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും അത് പത്തനാപുരത്തു നിന്നാണ് ഈ റോഡിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം പോലും നടത്തുന്നത്. അപ്പോൾ അത്രത്തോളം കഷ്ടപ്പെട്ട് അന്ന് വലിയ സമ്മർദ്ദം നടത്തി, അത് മന്ത്രിയുടെ വലിയ ശക്തമായ ഇടപെടൽ, മുഖ്യമന്ത്രിയുടെ ഇടപെടലൊക്കെ നടത്തിയിട്ട് ഒടുവിൽ വേൾഡ് ബാങ്ക് തിരിച്ചു വന്ന് നിർമ്മിച്ച ഒരു റോഡാണ്. ഈ റോഡിലെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ പറയുന്ന പോലെ അപകട സ്പോട്ടുകളൊന്നുമില്ല, പക്ഷെ വളരെ വീതി കൂടിയതും എന്നാൽ വളരെ ദീർഘമായി സ്ട്രൈറ്റ് പോകുന്നതുമായ ഭാഗങ്ങളുണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ ഡ്രൈവർമാർ വളരെ റിലാക്സ്ഡ് ആവുകയും പിന്നെ നല്ല രീതിയിൽ ഡ്രൈവിങ്ങിന് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സ്വയം വിചാരിക്കുന്നവർ അതിന് വളരെ വേഗത്തിൽ, വളരെയധികം വേഗത്തിൽ, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം വേഗത്തിൽ വണ്ടി ഓടിക്കാൻ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം അവർ സ്വന്തമായി അങ്ങ് തീരുമാനിക്കുകയാണ്, എനിക്കെല്ലാം അറിയാം, എൻ്റെ കൺട്രോളിലാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി നമ്മുടെ കൺട്രോളിലാണോ എന്ന് ചിന്തിക്കുക. പെട്ടെന്ന് ഒരാളെടുത്ത് ചാടി, അല്ലെങ്കിൽ ഒരു പൂച്ച എടുത്ത് ചാടി, നായി എടുത്ത് ചാടുക, പെട്ടെന്നൊന്ന് ചവിട്ടിയാൽ നമുക്ക് നല്ല നിലയിൽ നിർത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കാതെ വണ്ടി ഓടിക്കരുത്. കാരണം ആരില്ലെങ്കിലും മൃഗങ്ങൾക്ക് ചാടാമല്ലോ, അവർക്ക് പ്രത്യേകിച്ച്. പിന്നെ ഫ്രണ്ടിൽ പോകുന്ന ഒരു വാഹനം പെട്ടെന്ന് തിരിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ആ വാഹനത്തിൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഇതുപോലെ പൂച്ചയോ പട്ടിയോ വല്ലതും പെട്ടാൽ പെട്ടെന്ന് വണ്ടി സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ചിന്തയില്ലാതെയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. നമ്മുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ വളരെ നല്ല റോഡ് കണ്ടു, ഞാൻ വളരെ വേഗത്തിൽ പോയി. ഉദാഹരണത്തിന് ഞാൻ പറയാം, പത്തനാപുരത്ത് നിന്ന് പുനലൂരിൽ നിന്ന് പത്തനാപുരത്ത് എത്താൻ മിനിമം 45 മിനിറ്റ് എടുക്കുമായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 20 മിനിറ്റ് കൊണ്ട് എത്താൻ കഴിയും. ഈ റോഡ് നന്നാക്കിയതിന് ശേഷം 20 മിനിറ്റ് കൊണ്ട്. അപ്പോൾ ആ റോഡിൻ്റെ ആ വ്യത്യാസം അത് നോർമൽ സ്പീഡിൽ വന്നാൽ പോലും ഈ പറഞ്ഞ വ്യത്യാസം 45 മിനിറ്റിൽ നിന്ന് 20 മിനിറ്റിലേക്കുള്ള വ്യത്യാസമുണ്ട്. ഓവർ സ്പീഡിലൊന്നും വരണ്ട, ഓവർ സ്പീഡിൽ നിന്ന് അതിനേക്കാളും പെട്ടെന്ന് വരാം. പക്ഷേ ഇതെല്ലാം ഒഴിവാക്കാൻ ആദ്യം ശ്രമിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. റോഡ് ഉപയോഗിക്കുന്നവരെല്ലാവരും അപകടം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വയം സ്വീകരിക്കാൻ തയ്യാറാവാതെ ഒരു ഗവൺമെൻറ്റിനും നമുക്ക് തീർച്ചയായും മിനിസ്റ്റർ